ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയങ്കീഴിൻ്റെ അടുത്ത് അന്തിയൂർക്കോണത്ത് മെയിൻ റോഡിൽ നിന്നും 400 മീറ്റർ മാറി 15ഓളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ഒരു ഗ്രേ കളർ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ തന്നെ CNC കട്ടിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് ആയിട്ട് 5 മീറ്റർ റോഡാണ് വരുന്നത്. അതിന്റെ ടാറിംഗ് ഉടനെ തന്നെ പൂർത്തീകരിക്കുന്നതാണ്. വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ തന്നെ ലഭ്യമാണ്. ഇവിടെ ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ടെറാക്കോട്ട ജാളി നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു പ്ലാന്റേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് ഇവിടുത്തെ സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 4x2 വെട്രിഫൈഡ് ടെയിലാണ് സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത്. 12x5 സിറ്റൗട്ടിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊഫൈലിന്റെ ലൈറ്റ് കാണാം. ഒരു വാൾ മൗണ്ടിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ പ്ലാവാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മുഴുവനായിട്ടും കട്ടളയും ഡോറും പ്ലാവാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ 13x13 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലിന്റെ ലൈറ്റ് വർക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഫാൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ലാമിനേഷൻ ബോർഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതിന്റെ പുറകിലായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വരുന്നത് ആങ്കറിന്റെ സ്വിച്ച് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ V-ഗാർഡിന്റെ ആണ് DB ബോക്സ്. അതുപോലെ തന്നെ V-ഗാർഡിന്റെ തന്നെയാണ് ELCB ഒക്കെ തന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ലിവിംഗിന് ഒരു പാർട്ടീഷൻ നൽകിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് കാണാം. വാഷിംഗ് യൂണിറ്റിൽ സെറയാണ് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിററൊക്കെ നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് വാഷിംഗ് യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ തീർത്തും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു വാളിലും നമുക്കൊരു ടെക്സ്ചർ ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വാൾ മൗണ്ടിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. അതുപോലെ തന്നെ നല്ലൊരു 2 ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ WPCയുടെ മെറ്റീരിയൽ ആണ് ഇവിടുത്തെ കബോർഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പ് വരുന്നത്. ഇവിടെ ഇനി വർക്ക് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സിങ്കിന്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ സിങ്കോക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിലത്തെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 4x2 വെട്രിഫൈഡ് ടെയിലാണ് നമുക്ക് ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത്. 13x13 ഈ റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്കൊരു പ്രൊഫൈലിന്റെ ഒരു വർക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വാള് വന്നിട്ട് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. AC-യുടെ പോയിന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഒരു 3 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു 2 പാളിയുടെ ഒരു വാർഡ്രോബ് കാണാം. അതിലൊരു മിററും മേക്കപ്പ് സ്റ്റാൻഡൊക്കെ കാണാം. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലംബിംഗ് ഫിറ്റിംഗ്സ് വന്നിട്ട് സെറയും സാനിറ്ററി വന്നിട്ട് കോഴ്സയുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് മിക്സർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ വാഷ്റൂമുകളും ഇതേ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി 2ാമത്തെ റൂമിലെ കാഴ്ചകൾ കൊണ്ടുവരാം. 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ കാണുന്ന വാളിലൊരു ടെക്സ്ചർ വർക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 12x10 ഈ റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കിനി 3ാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2 വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. 11x10 ഈ റൂമിന്റെ സൈസ് വരുന്നത്. ഒരു പ്രൊഫൈൽ ലൈറ്റിന്റെ ഒരു വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാൾ മൗണ്ടിങ് ലൈറ്റ് കാണാം. ഇവിടെ ആയിട്ടൊരു 3 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. AC-യുടെ പോയിന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്